നാട്ടുകാരെ പരിഭ്രാന്തരാക്കി പടന്നയിലും പിലിക്കോടും പുലിയുടെ സാന്നിധ്യം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാൽപ്പാടുകൾ പരിശോധിച്ച് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പിലിക്കോട് മാങ്കടത്ത് കോവിലിൽ രാവിലെ 10 മണിയോടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പുലിയെ കണ്ടത്. 10 മീറ്റർ അകലെ പുലിയെ കണ്ടതായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാരെ വിവരമറിയിച്ചത്. തുടർന്ന് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേത് തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉയരമില്ല, നല്ല പുള്ളിയെല്ലാം തന്നെയാണ് ഉണ്ടായത്. ഇങ്ങോട്ട് പോകുന്നത് കണ്ടത്, ആ ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. മുഖം ശക്തികളും മറ്റുള്ള കണ്ടു, എൻ്റെ വേക്കാതെ ഞാൻ കണ്ടു ആ ഭാഗത്തേക്ക് പോകുന്നത്. രാവിലെ 9:15 തുടങ്ങി, പണി തുടങ്ങിയ ആ സമയത്താണ് കണ്ടത്. അപ്പം ഓടുന്നത് നമ്മൾ കണ്ടത്. പുലർച്ചെ 4 മണിയോടെ പടന്നയിലും പുലിയെ കണ്ടതായി വിവരമുണ്ടായിരുന്നു. രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയവരാണ് പടന്ന റഹ്മാനിയ മദ്രസ കെട്ടിടത്തിന് സമീപം കുറ്റിക്കാട്ടിൽ പുലിയെ കണ്ടതായി അറിയിച്ചത്. ഇവിടെ നിന്നും പുലി ഓടിമറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ പിലിക്കോട് ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പടന്നയിലും ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. ബാക്കിയുള്ള നടപടികൾ നമ്മൾ അറിയിക്കുന്നതാണ്. സ്ഥലത്ത് ഇപ്പോൾ നിലവിലെ സ്ഥലത്തോടെ കാണുന്നില്ല, പോകാൻ സാധ്യതയില്ല. രാത്രി സമയം അതിൻ്റെ ഒരു കെയർ പറഞ്ഞ മാത്രം. സുരക്ഷാ സംവിധാനം വിലയിരുത്തുവാൻ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ വൈകിട്ട് പുലിയെ കണ്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു. അധികൃതർ നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പയ്യന്നൂർ, രാമന്തള്ളി, മാധമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.